ഇന്നപ്പോൾ നമ്മുടെ സംഗീത് നൈറ്റ് ആണ് കേട്ടോ. അപ്പോൾ സംഗീത് നൈറ്റിൻ്റെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഞാനൊരു കാര്യം പറയട്ടെ. വാട്സപ്പ് വഴി ഓൺലൈനായിട്ട് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ് ഇംഗ്ലീഷ് കഫേ. ലോകത്ത് എവിടെ നിന്നും എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റും. മാത്രമല്ല, നിങ്ങളിപ്പോൾ ഇംഗ്ലീഷ് കഫേയിൽ ജോയിൻ ചെയ്യുവാണെങ്കിൽ 24 hours ഒരു പേഴ്സണൽ ട്രെയിനറുടെ സേവനം നിങ്ങൾക്ക് ലഭ്യമായിരിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്കൊരു പേടിയോ മടിയോ ഒന്നും കൂടാതെ നമ്മുടെ ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്യാൻ പറ്റും. അതുമാത്രമല്ല, ഓരോ വിദ്യാർത്ഥികളുടെയും കഴിവിനനുസരിച്ച് ഒരു സിലബസ് സെറ്റ് ചെയ്തിട്ടാണ് അവർ ക്ലാസ് കൊടുക്കുന്നത്. എല്ലാവരെയും ഒരുപോലെ അല്ല കേട്ടോ പഠിപ്പിക്കുന്നത്. അതായത് ഇംഗ്ലീഷ് എന്നുള്ള ഭാഷ നമുക്കിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് മാത്രമേ സംസാരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇംഗ്ലീഷ് കഫേയിൽ ഏറ്റവും കൂടുതലുള്ളത് ആക്ടിവിറ്റീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ്. അതായത് ഓരോരുത്തരെയും സംസാരിപ്പിച്ചാണ് പഠിപ്പിക്കുന്നത്. ഇവിടെ വലിയവർക്കുള്ള കോഴ്സുകളുണ്ട്, കുട്ടികൾക്കുള്ള കോഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ സ്കൂളിലെ ഇംഗ്ലീഷ് ട്യൂഷനും അവൈലബിൾ ആണ് കേട്ടോ. അതുമാത്രമല്ല, നമ്മുടെ ഇംഗ്ലീഷ് കഫേയിൽ ഇങ്ങനെ ഒരുപാട് കോഴ്സുകൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് വാട്സാപ്പിലൂടെ മാത്രമല്ല സൂം വഴിയും നമുക്ക് കോഴ്സുകൾ അവൈലബിൾ ആണ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള വാട്സാപ്പ് ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി. सलाम है शाम शानदार आसमां से आ गिरी है शाम शानदार चक दे अंधेरा चांद जला दे बर्फ बना के बिजली बचा सारे आम पिला खुशी के जाम शानदार आसमां से आ गिरी ये शाम शानदार ടീമേ പറയൂ, എന്താണ് സന്തോഷം പറയൂ. ടീമേ, നമ്മുടെ കുമ്പളങ്ങിലാണ് വന്നേക്കണത്. നമ്മുടെ നാടാണ്, പക്ഷെ ഞാനിവിടെ ഇല്ല. അപ്പൊ രണ്ടുപേർക്കും ശ്രീവിദ്യക്കും രാഹുലിനും എടുക്കുന്നതിന് അത് ഹൃദയം അങ്ങ് നിറയുന്നില്ല. ഹൃദയം നിറഞ്ഞ ജന്മദിനം അടിപൊളിയാണ്. ഞാൻ സോഷ്യൽ മീഡിയ വഴി കാണുന്നുണ്ടല്ലോ. എന്റെ നാട്ടിൽ വന്നിട്ട് ഞാൻ കുമ്പളങ്ങി ഒരു പാട്ടൊക്കെ ഉണ്ടാക്കിയതാ. അല്ലേ കേൾക്കാം, ഒന്ന് കൈയടിക്ക് പ്ലീസ് ഗൈസ്. ഹലോ, അവിടെ കൊടുക്കൂ. ടീമേ, ചെറിയ ടീമല്ല, കിടിലൻ ടീമാണ്. വളരെ സന്തോഷം. ഞങ്ങളുടെ ഫാമിലിയിൽ നിന്ന് ഓരോരുത്തരോരുത്തർ കല്യാണം കഴിഞ്ഞ് പോണേന്ന്. ഞാൻ മാത്രമാവും സംശയമുണ്ട്. കുറച്ചാളും കൂടെ നീ നിൽക്കുന്നോർത്ത്. അപ്പൊ നമ്മുടെ സ്ഥിരം പാടുന്ന പാട്ടാണ്. നീ എന്റെ കൂടെ കോറസ് കൊടുക്കണം. എല്ലാരും ഹലോ, കണ്ടില്ല, സോറി, കണ്ടില്ല. അതുകൊണ്ടാ കൊടുത്താ കുമ്പളങ്ങി കായലിലെ കരിമീൻ കണ്ടോ, നമ്മൾ കടലിൽ കടമ്പ് വന്നു, കടവിലെ കടവ് കണ്ടോ, കുട്ടയുടെ കടയിലെ കട്ടം കുടിച്ചോ. കുമ്പളങ്ങിക്കായലിലെ കരിമീൻ കണ്ടോ, കണ്ണമാടി കടലിൽ കടമ്പ് വന്നു, കടവിലെ കടവ് കണ്ടോ, കുട്ടയുടെ കടയിലെ കട്ടം കുടിച്ചോ. കുടിക്കണ കുത്തപ്പ, കണ്ണു കാട്ടുന്ന കുഞ്ഞമ്മ, കടലിലും കായലിലും കളിച്ചു കുളിച്ചു കാട്ടുകൊള്ളൻ കുഞ്ഞാത്തു. കുളങ്ങിക്കായലിലെ കരിമീൻ കഴിച്ചോ, കണ്ണമാലി കടലിൽ കണ്ണമ്പ് വന്നു, കടവിലെ കടവ് കണ്ടോ, തന്നെ കടയിലെ കട്ടം പൊടിച്ചോ. ടീമേ
Thank you. ചെറിയ ടീമല്ല, കിട്ടില്ല ടീമാണ്. ഫോർട്ട് കൊച്ചിയിൽ ഫോർട്ട് വന്നല്ലോ, ഫോർട്ട് നിറയെ സായിപ്പുമാരാണേ. ഫോർട്ട് കൊച്ചിയിൽ ഫോർട്ട് വന്നല്ലോ, ഫോർട്ട് നിറയെ സായിപ്പുമാരാണേ. തെറ്റിക്കണട്ടാ. Come on. 1, 2. Sound that. ഫോർട്ട് കൊച്ചിയിൽ ഫോർട്ട് വന്നല്ലോ, ഫോർട്ട് നിറയെ സായിപ്പുമാരാണേ. അങ്ങനെ ഫോർട്ട് കൊച്ചിയിൽ ഫോർട്ട് വന്നല്ലോ, ഫോർട്ട് നിറയെ സായിപ്പുമാരാണേ. ഫോർട്ട് 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 ഞങ്ങളുടെ ഫോർട്ട് കൊച്ചിയിൽ, മത്തി 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 ഞങ്ങളുടെ ചീന ചട്ടിയിൽ. ഫോർട്ട് 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 ഞങ്ങളുടെ ഫോർട്ട് കൊച്ചിയിൽ, മത്തി 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 ഞങ്ങളുടെ ചീന ചട്ടിയിൽ. ആഹാ ഓഹോ ഫോർട്ട് കൊച്ചിയിൽ ചട്ടി ചീനവന ചൈനക്കാരുടെ, ഫോർട്ട് കൊച്ചി ഫോർട്ട് ചെട്ടി കൊച്ചിക്കാരുടെ. ചീന ചട്ടി ചീനവന ചൈനക്കാരുടെ, ഫോർട്ട് കൊച്ചി ഫോർട്ട് ചെട്ടി കൊച്ചിക്കാരുടെ. ഫോർട്ട് വന്നല്ലോ, ഫോർട്ട് നിറയെ സായിപ്പുമാരാണേ. ഫോർട്ട് കൊച്ചിയിൽ ഫോർട്ട് വന്നല്ലോ, ഫോർട്ട് നിറയെ സായിപ്പുമാരാണേ. ടീമേ ഓണം ടീമേ കോപ്പറേറ്റ് ഒന്നുമില്ലട്ടോ, സ്വന്തം പാട്ടാ. ഇട്ടോ താങ്ക് യു. സ്റ്റാർ മാജിക്കില പറഞ്ഞേന്ന് എല്ലാ പെങ്ങന്മാരും കല്യാണം കഴിച്ചു പോണേന്ന്. ഞങ്ങൾ തമ്മിൽ എപ്പോഴും ചെറിയ ചെറിയ സൗന്ദര്യപ്പെടുന്ന ആൾക്കാരാണ്. എന്തെങ്കിലും ചെറിയൊരു കാര്യം പറഞ്ഞാൽ അപ്പൊ തുടങ്ങും. പക്ഷേ രാഹുലിന്റെ തങ്ങൾ പറഞ്ഞു കാണിക്കാൻ പാടില്ല കേട്ടാ. അപ്പൊ രാഹുലും ശ്രീവിദ്യയും നമ്മൾ സ്റ്റാർ മാജിക്കിൽ ഫോറിൽ കാണുന്ന പോലെ എല്ലാം അടിച്ചു പൊളിച്ച് എല്ലാരെയും രസിപ്പിക്കുന്ന രീതിയിൽ, അതിന് സങ്കടം ഉണ്ടാക്കരുത്, എല്ലാവർക്കും നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്ന രീതിയിൽ ഒരുപാട് വർഷം ഇങ്ങനെ പോകണ്ട. എന്റെ കല്യാണം കൂടാൻ വേണ്ടോട്ടാ. ആ ഓക്കെ. അപ്പൊ എനിക്കങ്ങനെ ഉപദേശം കൊടുക്കാനുള്ള വലിയ ആളൊന്നുമില്ല, എന്നാലും മനസ്സ് പറഞ്ഞുകൊണ്ട് ഒരു പ്രാവശ്യം കൂടി മക്കളാണ് സംസാരിച്ചത്. താങ്ക് യു. താങ്ക് യു സോ മച്ച്. ആൻഡ് നിങ്ങളെ സ്റ്റാർ മാജിക് ഫാമിലി എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ. നിങ്ങളുടെ സ്വന്തം ഫാമിലിയിലെ ഒരാള് കല്യാണം കഴിച്ച് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരാൾ പോയി. ഫസ്റ്റ് ആള് ഇതിന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് എന്റെ അതിനൊരു സർപ്രൈസ് ചിഹ്നം കൊടുക്കുകയും ചെയ്തിരുന്നു അല്ലെ. ഇന്നലെ അതുപോലെ ഒരു സർപ്രൈസ് ഐഷു കൊടുക്കുകയും ചെയ്തു. ആലീസ് ഉണ്ടോ? അതിനിടയ്ക്ക് എവിടെയാണ് മുങ്ങിയത്? എനിക്കൊന്ന് ചിക്കൻ കഴിക്കാൻ പോയെന്ന് തോന്നുന്നു. കറക്റ്റല്ലേ? എനിക്ക് തോന്നുന്നു ചിക്കൻ കഴിക്കാൻ പോയത്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങളുടെ കോസ്റ്റ്യൂം നന്നായിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. ശ്രീവിദ്യയുടെ കല്യാണം ഞങ്ങൾ എല്ലാവരും കാത്തിരുന്നൊരു ദിവസമായിരുന്നു. ശ്രീവിദ്യ ഇന്ന് ഭയങ്കര സുന്ദരിയായിട്ടുണ്ട്. ആ ലൈറ്റ് ഇങ്ങനെ തിളങ്ങി നിൽക്കുകയാണ്. അതെ, രണ്ടുപേരും ഒരുപാട് വർഷം ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹത്തോടും കൂടി സന്തോഷമായിട്ട് സമാധാനമായിട്ട് സുഖകരമായിട്ട് ജീവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശ്വസിക്കുന്നു. രാവിലെ കൊണ്ടുപോകുന്ന നോക്കണം.
ഞാൻ പറഞ്ഞു ഇനി ഇവിടെ നാളത്തേക്ക് മാറ്റി വെച്ചിരിക്കും. ഇമോഷണലാണ്. നാളെ ഞാൻ എന്താവും അറിയില്ല. പാടാണ് പറയാൻ, സംസാരിക്കാൻ പാടുണ്ട്. ഞാൻ പറഞ്ഞുതരാം. ഒത്തിരി സന്തോഷമാണ് എനിക്ക്. നാളെ ആ മുഹൂർത്തത്തിന് വേണ്ടിയിട്ടും കൂടെ കാത്തിരിക്കുകയാണ്. എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ല, എന്റെ എന്തൊക്കെയോ ആണ് ഇവിടെ. അത്ര അപ്പം ഒരു സേഫ് ആയിട്ടുള്ള ഹാൻഡുകളിലേക്കാണ് ഏൽപ്പിക്കുന്നത് എന്ന് പൂർണ്ണമായിട്ടൊരു ഉറപ്പുണ്ട്. എന്റെ കൊച്ചിനെ നല്ലപോലെ നോക്കും, പൊന്നുപോലെ നോക്കുന്ന ഒരു ഉറപ്പുണ്ട്. നീ അങ്ങനെ തന്നെ നോക്കണം എന്റെ പൊന്നു ശ്രീ. സ്വഭാവം എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയാം. അപ്പം ദൈവത്തിനോടും അത് കലക്കി അപ്പൊ ഞാൻ ദൈവത്തിനോട് ഭയങ്കര പ്രാർത്ഥിക്കുന്ന കാര്യമാണ്. എന്റെ കൊച്ച് ഒരുപാട് നാൾ ഒരുപാട് സന്തോഷത്തോടെ രണ്ടുപേരും ജീവിക്കട്ടെ എന്ന് ഒത്തിരി സന്തോഷത്തോടെ നാളത്തെ ആ മുഹൂർത്തത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു. എന്റെ കൊച്ചിന് എന്നും എന്നും നല്ലത് മാത്രമേ വരുള്ളൂ. എടാ, നിനക്ക് നല്ലത് മാത്രമേ വരുള്ളൂ. എനിക്ക് ചേട്ടനും ചേച്ചിയോ ഇതാണ് ഞാൻ മൈക്ക് വാങ്ങിക്കാത്ത. മൈക്ക് വാങ്ങിച്ച അപ്പ വെള്ളി വീട്. അത്രയും നന്നായി സംസാരിക്കുന്നത് ഞാൻ മൈക്ക് കിട്ടിയ വെള്ളി വീട്. ഓ ശരിയാണ്. എന്നാൽ നീ ഇന്ന് പോയിട്ട് നാളെ വാ. ഓക്കെ, എനിവേ സ്ത്രീയും ചേട്ടായി എനിക്ക് വളരെ ശ്രീ വിദ്യാർത്ഥി. ഞാൻ ശ്രീനാണ് വിളിക്കുന്നത് കേട്ടോ. അപ്പൊ രണ്ടുപേരും എനിക്ക് ഒരുപോലെ ഇമ്പോർട്ടന്റ് ആണ്. ചേട്ടായിയുടെ ഒരു ചില കാര്യങ്ങളിൽ എനിക്ക് ഭക്തിയുണ്ട്. ചേട്ടായിയുടെ പേടി കൂടി എനിക്ക് ബഹുമാനാണ്. പക്ഷെ സ്ത്രീ ഞാനും ഭയങ്കര കംപ്ലൈന്റ് ഒരു വേവ്ലെങ്ത് ആണ്. എന്തായാലും ഒരുപാട് സന്തോഷം. ഒരുപാട് നാളായിട്ട് ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരു ദിവസമാണ്. എന്നാണ് ആ കല്യാണം വിചാരിച്ചിരിക്കുകയാണ്. അങ്ങനെ ഈ ലിസ്റ്റിൽ എല്ലാവരും തന്നെ ഫില്ലായി. ബാക്കി ഞാനുണ്ട്. ദൈവമേ ആരെങ്കിലും ഏതെങ്കിലും ടീം ഭയങ്കര എളിമ കാണിക്കുന്നുള്ളൂ. ടീമിന് ഒരുപാട് റിക്വസ്റ്റുകൾ വരുന്നുണ്ട്. ടീം ഇങ്ങനെ റിജക്ട് ചെയ്യുന്നതാണ്. ഇങ്ങനെ തന്നെയാണ് എന്നോട് പറയാൻ പറഞ്ഞത്. ഞങ്ങൾ എപ്പോഴും അവിടെ കാണുമ്പോഴും പറയും. ഇപ്പൊ ശ്രീ വന്നപ്പോഴത്തേക്ക് എന്റെ അടുത്ത് പറഞ്ഞു, അന്നേ നീ എന്തോ ഇത്ര ഇത് ഞാനാണ് ഇവിടെ കല്യാണം, എന്റെ കല്യാണം ഇവിടെ നടക്കണേന്ന്. അപ്പൊ ഐഷു വന്നപ്പോ ഞാൻ വേഗം വിളിച്ചോണ്ട് വന്നു. ഐഷുടെ കാണിച്ചു കൊടുക്കാൻ കുറച്ചുകൂടെ സമാധാനം. അതെന്താ പറയാ, ടീമിന്റെ കൗണ്ടർ കേട്ട് തഴമ്പിച്ചിരിക്കും. ഇനി ഒന്ന് ഇളക്കണമെങ്കിൽ കുറച്ച് പാടുപെടും ഞാൻ. പാട്ട് ഏറിലാണ് കേട്ടി വെച്ചേക്കുന്നത് കേട്ടോ. ഓക്കെ, ഒരുപാട് സന്തോഷം എല്ലാവർക്കും. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാനാണ് സ്റ്റാർ മാജിക് എന്ന് പറഞ്ഞ ഫാമിലിയിൽ എത്തിയത്. അത് കുറെ കാലം മുന്നേ. എന്നിട്ട് പോലും ഈ ബോണ്ട് കുറെ കാലം നിൽക്കുന്നുണ്ട്. എന്റെ കല്യാണത്തിന് ആർക്കും വീട്ടുകാരും വന്നിട്ടില്ല, ടീമായിട്ട് മാത്രം വന്നിട്ട്. പക്ഷെ ഇപ്പൊ കഴിയുന്നത് എന്താ വെച്ചാല് ഇവരോട് വേറെ തന്നെ കണക്ഷനാണ് വിചാരിക്കുന്നത്. നമ്മള് മൂന്നാളും കൂടി ഇങ്ങനെയാ. ആളുടെ കല്യാണത്തിന് പോലും കരയും. അപ്പൊ പിന്നെ ഇതായിട്ട് ഇന്ന് അങ്ങോട്ട് നാളത്തെ കരയാ. ഇത് കഴിഞ്ഞ് മറ്റേ DJ ഒക്കെ ഉള്ളതാണോ? എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള രണ്ടാൾക്കാരെ, എന്റെ ചേച്ചിനെയും ചേട്ടനെയും പോലെ തന്നെയാണ്. ഒരുപാട് സ്നേഹം, എന്താ പറയാ, എല്ലാവിധ ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഫുൾ ലൈഫ് ലോങ് ഹാപ്പി ആയിട്ടിരിക്കട്ടെ. ശരി, ചെറുതായിട്ടുള്ള മരുന്നുണ്ടോ? സാരമില്ല, ഓക്കെ. അപ്പൊ ഫോട്ടോ എടുക്കാം അല്ലേ? Sakın sakın havaya başka kardeşim.
ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കേണ്ട. അങ്ങനെ ഒരു പോയി വിട്ടത് രമണി, നീയാണോ പോയി വിട്ടത്? സത്യം പറഞ്ഞ ആരും അത്ര വലിയ പോയി വിട്ടത്? ചന്ദ്രന്റെ ചന്തമായി ഞാൻ അറിഞ്ഞ പൊന്നല്ലേ കണ്ണല്ലേ, നിനക്കു വെണ്ണിലാവ് പാൽക്കുടങ്ങൾ കൊണ്ടുവന്നു തന്നില്ലേ തന്നില്ലേ. ഉദിച്ച ചന്ദ്രന്റെ ചന്തമായി ഞാൻ അറിഞ്ഞ പൊന്നല്ലേ കണ്ണല്ലേ, നിനക്കു വെണ്ണിലാവ് പാൽക്കുടങ്ങൾ കൊണ്ടുവന്നു തന്നില്ലേ തന്നില്ലേ. താരന്റെ കണ്ണ് വെച്ച പാരിജാതമല്ലേ, താരന്റെ കൂടെ നഞ്ഞ പഞ്ചവർണ്ണമല്ലേ, തങ്കമെന്റെ ചങ്കവർണ്ണ പുണ്യം സ്വന്തമായി ഞാൻ അറിഞ്ഞ നിനക്ക് വെണ്ണിലാവ് പാൽക്കുടങ്ങൾ കൊണ്ടുവന്ന് പൊളിച്ചത്തെ ട്രാക്ക് മാറ്റും നിങ്ങൾക്ക് ആരാ? അയ്യോ, നിന്റെ ഡാൻസ് കൊണ്ട് തന്നെ ഞാൻ പൊറുതി മുട്ടിയിരിക്കുക. അപ്പൊ ആ 10-35 വേറെ നിനക്കൊക്കെ ചോദിക്കാനും പറയാനും വീട്ടിലാരും പൊടി അതുകൊണ്ട് കണ്ണിക്കൂറില്ല ഇങ്ങനെ പ്രതികരിച്ചത്. ഞങ്ങളിവിടെ ഒരു സൊസൈറ്റി രൂപീകരിക്കുന്നതിന്റെ എപ്പോഴെങ്കിലും ശരിയാവില്ല. മുത്തും പൂവൽ ചുണ്ടിൽ തേനും കൂറുണ്ടോ, മാനേ വയലെ പ്രായം വന്നാൽ മാറിപ്പോയില്ലേ, പാടത്തത്തെ നീ എന്നുള്ളിൽ പാടാൻ പോയില്ലേ, മധുരം കൗമാരപ്രായം മനസ്സിൽ കല്യാണത്തോളം ഇനിയും വൈകാനത്തെ നീയും ഞാനും പൊന്നാനം പ്രാവേ. വന്ന് ചേർന്നാൽ നിന്നെ ഞാൻ സ്വന്തമാക്കും. മേഘപ്പഴങ്കൊണ്ട് മാനത്ത് കോട്ടയിലെ നിന്നെ ഞാൻ കൊണ്ടുപോകും. നിങ്ങൾ മേടിച്ചു നിന്ന് മാറത്തി ചേല കൊണ്ട് നിന്നെ ഞാൻ കൂടെ വെച്ചു. നന്ദുവിന്റെ കസിനാണ്. ഇപ്പൊ നന്ദു പറയുന്നുണ്ടായിരുന്നു എല്ലാവർക്കും 2 ദിവസം മുതൽ 4 ദിവസം ഡാൻസിന് സമയം കിട്ടുകയാണ്. ഞാൻ കൊച്ചിയിൽ എത്തുന്ന ഇന്നലെയാണ്. എത്തിയ ഉടനെ ആദ്യം പറഞ്ഞത് നാളെ ചിലപ്പോൾ ഞാൻ സ്റ്റേജിൽ വിളിക്കും, ഒരു മാജിക് ആയിട്ട് വരുമെന്നാണ്. ഇത്രയും ഒരു ഷോർട്ട് നോട്ടീസാണ് ഞാനും ആദ്യമായിട്ട് സ്റ്റേജിൽ കയറുന്നത്. കഴിഞ്ഞ 10 വർഷമായിട്ട് മാജിക്. ഞാൻ മാജിക് പഠിച്ചത് ട്രിവാൻഡ്രത്തായിരുന്നു. ഇപ്പൊ സെക്കൻഡറി മാസം. അപ്പൊ ഇവിടെ എത്തിയതിനു ശേഷം സോ ഐ വാണ്ടഡ് ടു ഡു ദാറ്റ്. പെട്ടെന്ന് നമുക്ക് ഇവിടെ കിട്ടുന്ന എന്തെങ്കിലും സാധനങ്ങൾ വെച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നോക്കിയത്. സോ ഐ ലുക്ക്ഡ് അറൗണ്ട് ആൻഡ് വി ഫൗണ്ട് സംതിങ്. ശംഭു ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ മൈക്ക് പിടിക്കണം അല്ലേ? ശരി. സാധാരണ സ്റ്റേജ് ചെയ്യുന്ന സമയത്ത് ഇത്ര അടുത്ത് ആരും എനിക്ക് നിന്നിട്ടില്ല. കുഴപ്പമില്ല, ഞാൻ അവിടെ പറഞ്ഞു വിടില്ല. ഓക്കെ. സോ മാജിക്കിനെ പറ്റി പറയുമ്പോൾ
ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു ഇഫക്ട് ചെയ്യുന്നത് 400 വർഷങ്ങൾക്ക് മുമ്പാണ്. പണ്ട് ഇബിൻ ബത്തൂത്ത എന്നൊരു ട്രാവലർ എഴുതിയിട്ടുണ്ട് ഗ്രേറ്റ് ഇന്ത്യൻ റൂട്ട് മാജിക് എന്നൊരു ഇഫക്റ്റ് ഉണ്ടാവും. ഇതിനെപ്പറ്റി പഠിച്ചിട്ട് ഞാൻ ആദ്യം ഒരു ഇന്റർനാഷണൽ മാജിക് കോമ്പറ്റീഷൻ പോയി. അപ്പൊ ഞാൻ എൻ്റെ ജൂറി കുറെ ബ്രിട്ടീഷേഴ്സ് ഉണ്ട്, ഞാനടുത്ത് പറയുമായിരുന്നു ഇന്ത്യൻ റൂട്ട് മാജിക് ഭയങ്കര സംഭവമാണ്. പിന്നെ ആദ്യം അവരെടുത്ത് പറഞ്ഞത് ഇത്ര ഇന്ത്യൻ റൂട്ട് മാജിക് വേണ്ടി പറഞ്ഞു സ്ഥിതിക്ക് റോപ്പ് ഇതിന്റെ ചോദിച്ചില്ലെന്നറിയാമോ? എന്താ ഒരു റോപ്പ്? വാട്ട് ഈസ് എ റോപ്പ്? നിങ്ങൾക്ക് ഒരാൾ ചോദിക്കുവാണ് വാട്ട് ഈസ് എ റോപ്പ് എന്ന് ചോദിച്ചാൽ എന്ത് പറയും? ഞാൻ പറഞ്ഞതാ റോപ്പ് എന്ന് പറഞ്ഞു. What he told me is that a rope is anything that has two ends and a middle part. രണ്ട് അറ്റവും ഒരു കോമൺ എൻഡും ഉള്ള എന്തുമാണ് ഒരു റോപ്പ് അല്ലേ? വിൽ ബി വെരി ക്ലിയർ. രണ്ട് എൻഡ് ഇല്ലേ? എൻഡ് 1, എൻഡ് 2. എന്നോട് എല്ലാവരും കൗണ്ട് ചെയ്യാൻ പറ്റുമോ? എൻഡ് നമ്പർ 1, എൻഡ് നമ്പർ 2. Again 1, 2. Right? The thing is that no, that's the third one. Okay. 1, 2 and 3. 3 ends. 1, 2, 3. എല്ലാവരും ഇരിക്കുന്നുണ്ടോ? 3 എൻഡും ഒരു നടുഭാഗം റോപ്പ് എന്ന് ഞാൻ വീട്ടിൽ കാണാറുണ്ട്. I know it's funny. എല്ലാവരും പെട്ടെന്ന് അന്തോട്ട് നോക്കുകയാണ് 3 എൻഡ് എവിടെ നിന്നാ വന്നതെന്നല്ലേ. So that's the thing. 3 അല്ല, മറിച്ച് ഇതിന് 4ാമത് ഒരു എൻഡ്. So now if you count it, you count it. 1, 2, 3, 4. 4 എൻഡ് ഒരു റോപ്പിന് വരുമോ? ഇല്ല. എത്ര റോപ്പാണെങ്കിൽ വരും? 2. For the same reason I have 2 ropes. Okay. But that too random. Okay. Okay. ഞാൻ ഈ മാജിക് തുടങ്ങിയപ്പോൾ എത്ര റോപ്പ് ഉണ്ടായിരുന്നു? ഒറ്റ റോപ്പ് കൊണ്ട് എത്ര പേരുണ്ട്? കൈ കുട്ടി ഒന്ന്. ഒരു റോപ്പ് കണ്ട എത്ര പേരുണ്ട്? ഇത്രയും പേരുണ്ട്. For the same reason I still have only 1 big rope. എനിക്ക് ഇവിടെ തൊട്ടടുത്ത് നമ്മൾ കണ്ടിട്ടും ഞാൻ അവിടെ എന്തെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇത്രയും കണ്ട് ശമ്പളം സംശയമില്ലേ? റോപ്പിന് ആക്ച്വലി ഒരു പ്രത്യേകതയുണ്ട്. If I hold it like this, ഇവിടെ ഒരു കെട്ടിടും ആണോ? ഒരു കെട്ടിടും. hold it like this. Okay. മാജിക്കിന്റെ സ്പെൽ എന്ന് പറഞ്ഞാൽ ആബ്രാകഡാബ്ര എന്നാണ്. ആബ്രാകഡാബ്ര അർത്ഥം എന്ന് പറഞ്ഞാൽ I create as I speak എന്നാണ്. ആബ്രാകഡാബ്ര എന്ന് പറഞ്ഞാൽ ഇത്രയും സൗണ്ട് പറയാതെ I forgot to say. അങ്ങനെ പറഞ്ഞതുകൊണ്ട് that one knot will multiply into many knots. Okay. Nice. So thank you so much. I was just getting started. We'll do one more effect. ഈ ഒരു effect എനിക്ക് ഒരാളെ ഹെൽപ്പ് ചെയ്യാനാണ്. ഞാൻ ആരെ വിളിക്കേണ്ടത്? സജന വരുന്നോ? അല്ല എടാ പയ്യെ അവസാനം നാട്ടുകാർ പറയും നമ്മളൊന്നും അഡ്ജസ്റ്റ്മെന്റ് ആവും. അയ്യോ ഞാനിവിടെ ഇല്ലേ? പിന്നെ ഇപ്പൊ അതിനകത്ത് ഒരു ചെയർ എന്താണ് ഒരു ചെയർ? എടാ ചെയർ. ഇതിന് മൈക്ക് വേണോ? എങ്ങനെയാ? എല്ലാവരും സ്റ്റേജിലുണ്ട്. എനിക്കിപ്പോ വളരെ ബുദ്ധിമുട്ടാണ്. നേരത്തെ എനിക്ക് ഒരാളെ അടുത്തുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഞാൻ നോക്കുമ്പോ ഇവിടെ 3 പേരായി. സോ ചിനുവിന് മൈക്ക് വരട്ടെ. ഓക്കെ. കാർഡ്സ് ഒക്കെ ആയിട്ട് ഫെമിലിയർ ആണോ? ചില നിങ്ങൾ കളിക്കാറുണ്ടോ? പിന്നെ ആണോ? അപ്പൊ നീ വരുന്നു. അറിയാമോ? അപ്പൊ ഒരു പാക്കറ്റ് കാർഡിനകത്ത് 52 കാർഡ്സ് ഉണ്ടല്ലേ? അറിയില്ല. എക്സാക്ട്ലി ഞാൻ പറഞ്ഞുതരാം. ഒരു പാക്കറ്റ് കാർഡിന് 52 കാർഡ്സ്, 4 സിംബൽസ് ഉണ്ട്. ഹാർട്സ്, ഡയമണ്ട്സ്, ക്ലച്ച്, സ്പേഡ്സ്. 2 സിംബൽസ് റെഡ് ആണ്, 2 സിംബൽസ് ബ്ലാക്ക് ആണ്. ഓരോ സിംബലിനകത്തും 10 കാർഡ്സ് ഉണ്ട്. 7 തൊട്ട് 10 വരെ. കിങ്, ക്വീൻ, ജാക്ക് 13 എണ്ണുണ്ട്. ഓരോ സിംബലിന് 13, 13, 26, 26, 26, 52 കാർഡ്സ് ഉണ്ട്. പേടിക്കണ്ടേ? ഇതൊന്നും എനിക്ക് ജോക്കർ എന്താ പറയാ? ഞാനിതൊന്നും ഓർക്കണ്ട, വെറുതെ പറഞ്ഞേ ഉള്ളൂ. ഇവിടെ 52 കാർഡ്സ് ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് റിഫർ ചെയ്ത് കാണിച്ചു തരാം. ഉണ്ടോ? എല്ലാം ഡിഫറെന്റ് സിംബൽസും ഉണ്ട് അല്ലേ? പല സിംബൽസ് ഉണ്ട്. എല്ലാം വേറെ വേറെ കാർഡ്സ് തന്നെ. മൈക്ക് മുന്നിട്ട് പറഞ്ഞാൽ അതെ. സോ
ഞാൻ ചെയ്യാൻ പോകുന്നത് എനിക്ക് കാണുന്ന റിഫ്ലി ഇതിന് ഇഷ്ടമുള്ള സ്റ്റോപ്പ് എന്ന് പറയാം. ഓക്കെ, ഞാനിപ്പോ ഒരു കാർഡ് കാണിക്കും. ആരും ആ കാർഡ് കഴിയുന്ന വിളിച്ച് പറയരുത്. ഓക്കെ, ലുക്ക് അറ്റ് യുവർ കാർഡ്. ഫൈൻ, ഞാൻ അവരെ കാണിച്ചോട്ടെ. ഓൾ ഗുഡ്, ഫൈൻ. കാണാമോ എല്ലാവർക്കും? ഓക്കെ, ഫൈൻ. സോ ചിലരുടെ കാർഡ് ഇതിനകത്ത് അനുസരിച്ചിട്ടുണ്ട്. ഇവിടെ ആയിരുന്നു ഇപ്പോൾ ഒരു ഡിഫറെന്റ് കാർഡ് അല്ലേ? സോ ഇപ്പൊ ഈ കാർഡ് ഈ പാക്കറ്റിനകത്ത് എവിടെയോ ഉണ്ട്. അത് ഏത് കാർഡാണെന്ന് എനിക്കറിയില്ല, അത് എവിടെയാണെന്ന് എനിക്കറിയില്ല. ഈ കാർഡ് ഒന്ന് കട്ട് ചെയ്യാം. ഇതിപ്പോഴും എവിടെയാണെന്ന് എനിക്കറിയില്ല. സോ മാജിക്കിനകത്ത് ഇറ്റ്സ് ഓൾ അബൌട്ട് സ്പീഡ്. നമ്മൾ എത്ര പെട്ടെന്ന് ഒരു കാര്യം ചെയ്യുന്നു എന്നതാണ്. കൺകെട്ടാണ്. ആ കാർഡ് ഓർമ്മയുണ്ടല്ലോ? ആ കാർഡ് കാണുന്ന സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ കണ്ടോ? കണ്ടില്ല. കാർഡ്സ് ഓർമ്മ ഉണ്ടോ? ആദ്യമായിട്ട് ഒരാൾ കാർഡ് കണ്ടോ ചെയ്യുമ്പോൾ ഏത് കാർഡെന്ന് പറഞ്ഞു തന്നത് കണ്ടോ? അതല്ല. See, as I told you, it's all about speed. അതുകൊണ്ട് തന്നെ I think വാവ്, സൂപ്പർ. അതെങ്ങനെയാ പോക്കറ്റിനുള്ളിൽ വന്നു? വന്നു. ഈ കാർഡ് പിടിച്ചോളൂ. ഓക്കെ, see stop anywhere. Stop. Keep it over there. Clean, clear. Card is here. Another replay, yeah? Flux. Again, it keeps happening. ഓക്കെ, ഇനി ശംഭു എന്നെ ഹെൽപ്പ് ചെയ്യാം. ശംഭു ഒന്ന് ഫ്രണ്ടിലോട്ട് നിൽക്കുക. ഓക്കെ, ശരി ശരി. കാണരുത് അല്ലേ? ഓക്കെ. ഇത് ചെയ്യേണ്ട വേറൊന്നുമില്ല. ഈ കാർഡ് ഉണ്ടല്ലോ, സെലക്ടഡ് കാർഡ്. ഈ കാർഡ് ഒന്ന് മനസ്സിൽ വിചാരിക്കുക. ഓക്കെ, ഞാൻ 1 മുതൽ 10 വരെ ഉണ്ട്. ഇമാജിന് ഒരു വെള്ള ബോർഡ് മനസ്സിൽ വിചാരിക്കുക. അതിന്റെ നടുക്ക് ഈ കാർഡിനെ പിക്ചറൈസ് ചെയ്യും. കണ്ണടച്ചോളൂ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇപ്പൊ ഞാൻ പറയുമ്പോൾ മാത്രം കണ്ണു തുറന്നാൽ മതി. കണ്ണു തുറക്കുന്ന സമയത്ത് ആ ഒരു കാർഡ് മാത്രമേ മനസ്സിലുള്ളൂ. ബാക്കി എല്ലാ കാർഡ്സിനെ പറ്റി പറഞ്ഞു പതുക്കെ ഒന്ന് കണ്ണു തുറന്നേക്കാം. What do you see over here? എന്താ കാണാം? ഒന്ന് കണ്ണടച്ച. ശംഭു ഒന്ന് മൈക്ക് എടുത്ത. എന്താ ഉള്ളത് ഇവിടെ? ഡിഫറെന്റ് കാർഡ്സ് ആണ്. പിന്നെ ഒന്ന് നോക്കി. അല്ല, എല്ലാം ഡിഫറെന്റ് കാർഡ്സ് ആണ്. സെയിം കാർഡ്സ് അല്ലേ ഷഫിൾ ചെയ്തത്? സുസ്തിൽ എങ്ങനെ എല്ലാം സെയിം ഒരു കാര്യം, സിനു ഒന്ന് കണ്ണടച്ച. ഞാൻ 10 നിന്ന് ബാക്ക്വേർഡ്സ് ഒന്ന് കൗണ്ട് ചെയ്യാം. ഞാൻ 10 നിന്ന് ബാക്ക്വേർഡ്സ് ഒന്ന് കൗണ്ട് ചെയ്യാം. ഒന്നെത്തുമ്പോൾ ഒന്ന് കണ്ടു പറഞ്ഞു. 10, 9, 8, 7, 6, 5, 4, 3, 2, 1. Open your eyes. അപ്പൊ ഇത്രയും എന്താ ഞാനിപ്പോ നന്ദുനൊരു ചോയ്സ്. നന്ദു, പുള്ളിക്കാരി പറയുന്ന മൊത്തം കെ ഓഫ് ഹാർട്ട്സ് ആയെന്നാണ്. ആൾക്കാർ പറയുന്ന എല്ലാ ഹാർട്ട്സ് ആണെന്നാണ്. 1, 2 ഇഷ്ടമുള്ള നമ്പർ പറഞ്ഞു. 2 മതി. വിഷോ ശ്രീവിദ്യ ഒരു കാര്യമാണ് കണ്ടത്, നന്ദു വേറെ കണ്ടത്. We'll do one thing. First card, second card becomes a king of hearts. Every second card ഈ പാക്കറ്റിലുള്ളത് ഇപ്പോൾ ഒരു king of hearts ആണ്. Every second card becomes a king of hearts. No. Okay, thank you so much. ചിന്ന ഭയങ്കര ഞാൻ കള്ളം പറയുന്നത് നിങ്ങൾ വിചാരിക്കുമെന്ന്. അല്ല, ഞാനിവിടെ ഉണ്ടല്ലോ. കണ്ടല്ലോ. നൈസ് മാൻ. ഒരു വലിയ കൈ. അടിപൊളി. So before I leave, ഞാൻ പെട്ടെന്ന് അവസാനം എല്ലാവർക്കും ഒരു കെട്ടുള്ള ചെയ്യാം. ശരിയാക്കാൻ നമുക്ക് പോവാം. എല്ലാവരും ടേക്ക് യുവർ റൈറ്റ് ഹാൻഡ് ഫോർവേഡ്. ഓക്കെ, ഞാനത് കഴിയുന്നത് ഞാൻ എല്ലാവരും പഠിപ്പിക്കുന്ന ഒരു മാച്ചാണ്. ഇറ്റ്സ് വെരി ഈസി ടു ഡു. ഓൾ ഓഫ് യു ടേക്ക് യുവർ റൈറ്റ് ഹാൻഡ് ഫോർവേഡ്. ഓക്കെ, റൈറ്റ് ഹാൻഡ് ഫോർവേഡ്. എല്ലാവരും റൈറ്റ് ഹാൻഡ് ഒന്ന് ഫോർവേഡിൽ എടുത്ത്. ലെഫ്റ്റ് സൈഡിലുള്ളവരും റൈറ്റ് സൈഡിലുള്ളവരും എല്ലാവരും. ഓക്കെ, ഓൾ ഗുഡ്.
സോ നിങ്ങളുടെ ഫേസിന് ഓൾമോസ്റ്റ് പാരലായിട്ട് വെക്കുക. ഓക്കെ, 5 വിരലും ഇങ്ങനെ വെക്കുക. ഓക്കെ, ഞാൻ 1 എന്ന് പറയുമ്പോൾ വളരെ പതുക്കെ ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുക, വളരെ പതുക്കെ. 2 എന്ന് പറയുമ്പോൾ റൈറ്റിലേക്ക്. ഓക്കെ, 1 2 1 2 ബൈ. ഗുഡ് ബൈ. താങ്ക് യു എവരി വൺ ഫോർ ലിവിംഗ് വിത്ത് സ്മൈൽ. അപ്പോൾ ഞാൻ ഈ മൈക്ക് അങ്ങ് തരികയാണ്. എന്താണ് പറയാനുള്ളത്? ചേട്ടൻ്റെ സ്വന്തം നമ്മുടെ ചിന്നുകുഴിയുടെ ഇവരുടെ കുറേ വർഷത്തെ കാത്തിരിപ്പാണ്. എല്ലാവർക്കും നമസ്കാരം. ബ്ലോക്കിൽ പെട്ടുപോയി, എല്ലാവരും ബ്ലോക്കിൽ പെട്ടുപോയി. അപ്പോൾ എനിക്ക് സ്റ്റാർ മാജിക്കിലെ ഞങ്ങളുടെ ഒരുപാട് നാളത്തെ പ്രവർത്തനം ഇത് കഴിഞ്ഞു കഴിയുമ്പോഴാണ് ഇത്രയൊക്കെ ആയിട്ട് നമ്മൾക്ക് എത്രത്തോളം ആത്മബന്ധമുള്ള ആളുകളായിരുന്നു എന്ന് നമ്മൾ അറിയുന്നത്. ഏറ്റവും കൂടുതൽ ഞാനും ശ്രീവിദ്യ ഇയാള് പോണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത്രയേറെ ഇണക്കങ്ങളും അതേപോലെ തന്നെ ആത്മബന്ധങ്ങളും ആക്സിഡന്റ് പറ്റി കഴിഞ്ഞപ്പോഴാണ് എല്ലാവരും ഇവരൊക്കെ വീട്ടിൽ വന്ന് നിന്ന് 2-3 പ്രാവശ്യമെങ്കിലും വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോഴാണ് നമ്മൾ അറിയണത് ഇവരൊക്കെ ആയിട്ട് നമ്മുടെ കൂടപ്പുറപ്പുകളെക്കാൾ അപ്പുറമുള്ള ഒരു ആത്മബന്ധം ഉണ്ടായിരുന്നു എന്ന്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഐഷുവിന്റെ കല്യാണം കഴിഞ്ഞു, അതിനും ഞങ്ങൾ ഇതേപോലെ തന്നെ ഇവരെല്ലാവരും അതിന്റെ തുടക്കം മുതൽ കല്യാണം കഴിഞ്ഞ് ഇവര് ഹണിമൂൺ ആഘോഷിക്കാൻ പോകുന്നത് വരെ ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും നമ്മുടെ ഒരു ദിവസം ലുലു മാളിൽ വെച്ച് ഒരാളെ എന്നെ ഫോൺ വിളിക്കുക, ചേട്ടന്റെ വൈഫ് ഇത് നടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ആലോചിച്ച് എന്നോട് ചോദിക്കാതെ അവള് ലുലു മാളിൽ വന്നു. ഞാനിങ്ങനെ തപ്പി നടക്കുക, എവിടെ നിൽക്കണമെന്ന് എന്ന് പറഞ്ഞ് വലിയ സന്തോഷമായിപ്പോ. അപ്പൊ അന്ന് അമ്മയൊക്കെ അമ്മയും എല്ലാവരും കൂടെ കൂടി വന്ന് കണ്ടു. നമസ്കാരം. അപ്പൊ എന്തായാലും എന്റെ സഹോദരങ്ങൾക്ക് ഐശ്വര്യത്തിന്റെ സമ്പൽസമൃദ്ധിയുടെ ദൈവാദിനത്തിന്റെ ഒരു വലിയ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കണം. ഒരു മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ധന്യമുഹൂർത്തമാണത്. ധന്യ എന്ന് പറയുന്നത് എൻ്റെ ഭാര്യയുടെ പേരാണ്. അപ്പോ ഈ ധന്യമുഹൂർത്തത്തില് നല്ല ഐശ്വര്യമുള്ള നല്ലൊരു ജീവിതം ഉണ്ടാകട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരുപാട് വർക്കുകൾ ഉണ്ടാവട്ടെ. സിനിമയിൽ നായികയായിട്ട് അഭിനയിക്കാനാണ് ആഗ്രഹം. അതേപോലെ തന്നെ നല്ലൊരു ഡയറക്ടറാകട്ടെ, നല്ലൊരു ഗൃഹനാഥനും നല്ലൊരു ഭാര്യയും നല്ല മക്കളൊക്കെ ആയിട്ട് ഒരുപാട് കാലങ്ങൾ നന്നായിട്ട് ജീവിക്കട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു. ഇത് നമ്മുടെ കൂട്ടായ്മയുടെ ഞാൻ ഇതുവരെ പരിചയപ്പെടുത്തിയിട്ടില്ല. ഇതെന്റെ മോനാണ്. ഇവൻ എങ്ങും വരാറില്ല, അതാണ് എന്റെ സന്തോഷം. ഇല്ലെങ്കിൽ എന്റെ പ്രായം പറഞ്ഞാലേ വന്നു ഐശ്വര്യ കല്യാണത്തിന് മാത്രമാണ് വന്നത്. ക്യാമറ മൊത്തം അവനിലേക്ക് പോകല്ലേ, ഞാനാണ് മെയിൻ. അപ്പോ വലിയ സന്തോഷം ഇങ്ങനെ കൂടാൻ കഴിഞ്ഞാൽ. ഞങ്ങൾക്ക് ഈ സ്റ്റാർ മാജിക്ക് ഇങ്ങനെ പോകുമ്പോഴും എല്ലാവരെയും ഈ ബിനീഷ് ബാസ്റ്റിന്റെ കല്യാണം ഒന്ന് കാണണം. അതേ വന്നു കഴിഞ്ഞു. അപ്പോ അന്നാച്ചാക്കുവിനെ വിട്ടുപോകില്ല. അന്നാച്ചാക്കു ഉണ്ട്. ഇനി ആരാ ഉള്ളത്? ഇല്ലാത്ത അപ്പൊ ഇനി ബിനീഷ് ബാസ്റ്റിനെ ഉണ്ട്. ഞാൻ ബിനീഷിനെ വിളിക്കാൻ വേണ്ടി ഈ റൂട്ട് അറിയാൻ വേണ്ടി ബിനീഷിനെ വിളിച്ചു. ഒരുപാട് വിളിച്ചിട്ട് കിട്ടുന്നില്ല. പുള്ളിക്ക് ഓർമ്മക്കാർക്കല്ലേ. ഈ സെപ്റ്റംബർ 13-ാം തീയതി ഉമ്മദുൽ സാറ് ഡയറക്ഷൻ ചെയ്ത ബാഡ് ബോയ്സ് എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങുകയാണ്. ആ സിനിമ റഹ്മാൻ സാറും ഒരുപാട് വലിയ വലിയ ആർട്ടിസ്റ്റുകളും ഒരു മിനി 2020 പടമാണ്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കല്യാണ സോങ് ഇറങ്ങിയിട്ടുണ്ട്, ആരംഭം എന്ന് പറഞ്ഞാൽ. ഇപ്പോഴത്തെ എന്താണ് ആ പാട്ട്? ആ പാട്ടൊക്കെ നമ്മുടെ രാഹുലിലേക്ക് പോകാൻ പറ്റില്ല, വെറുതെ നിന്നാൽ മതി. നിങ്ങളുടെ എല്ലാവരുടെയും ക്ഷമാശീലത്തെ ഞങ്ങൾ എല്ലാവരും പ്രത്യേകം അഭിനന്ദിക്കുന്നു. മാത്രമല്ല ഈ പാട്ട് ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞങ്ങൾ 6 പേരും ഈ പാട്ട് ഈ സ്റ്റേജിൽ ഇപ്പൊ പ്ലേ ചെയ്തപ്പോഴാണ് പക്ഷെ റിലീസായിട്ട് 2 ദിവസമായിട്ടുള്ള പ്രശ്നം. ട്രെൻഡിങ്ങിൽ രണ്ടാമത് ഞങ്ങൾ പാട്ടാണ് ബാഡ് ബോയ്സ് ഉമ്മദുൽ സാറിന്റെ ഡയറക്ഷൻ ചെയ്ത. ടീമേറ്റിന്റെ പ്രമോഷൻ വേണമായിരുന്നു, അതാണ് നിങ്ങൾ ഇപ്പൊ കണ്ടത്. അതിന്റെ ഭാഗമായി കണ്ടതാണ്. നിങ്ങൾ എല്ലാവരും ഞങ്ങളോട് ക്ഷമിക്കണം.
कुड़िए नी मेरे दिल विच बस जा कुड़िए नी तेरे बिन मैं नहीं जचदा कुड़िए नी मैं तेरा दीवाना कुड़िए नी तेरे बिन मैं नहीं रहना कुड़िए नी ऐ चुप्पी ता तोड़ कुड़िए नी आना आनी भी छोड़ कुड़िए नी कुड़िए नी कुड़िए दो नैन सितारे एक चांद सा मुखड़ा क्या कहना उसका आफरी दावत में जैसे वो शाही टुकड़ा उसके जैसी न कोई नाज़नी शाही जोड़ा पहन के आई जो बन के वही तो मेरी स्वीट हार्ट है शर्माई सी बगल में जो बैठी है दुल्हन के वही तो मेरी स्वीट हार्ट है शाही जोड़ा पहन के आई जो बन के वही तो मेरी स्वीट हार्ट है शर्माई सी बगल में जो बैठी है दुल्हन के वही तो मेरी स्वीट हार्ट है थोड़ा ऑफ बीट है पर कुड़िया देना बहुत स्वीट है मुन्ना थोड़ा ऑफ बीट है पर कुड़िया देना बहुत स्वीट है होंगी सही बड़ा डीट है वायरल हो गया ये ट्वीट पर फूल फूल करने में फूल तो बड़ी तेज कटारी है शक्ल तेरी की लगन तेरी की हमने कर दी तैयारी है नच देने सारे नच देने सारे नच देने सारे गाने 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 सारे 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 नच देने सारे രംഗച്ചടം കാണിക്കുമെന്ന് പറഞ്ഞാൽ കാണിക്കും അമ്മാൻ തുറസി പതിനാലാം രാവിന്റെ ശിവ പോലെ വന്നല്ലോ മണിമുത്തും കൊണ്ടിന്റെ കുടവാളോ ഉണ്ടല്ലോ മരുഭൂമിൽ നിന്നല്ലോ സുൽത്താനം വന്നല്ലോ വെള്ള തങ്ങി കുപ്പായം വെള്ളി കല്ല ചിന്ന കയ്യിലും പൊന്നി നാണ്യങ്ങൾ അല്ല കുപ്പിന്റെ വെള്ള തങ്ങി കുപ്പായം വെള്ളി കല്ല ചിന്ന കയ്യിലും പൊന്നി നാണ്യങ്ങൾ
साड़ी के फॉल सा कभी मैच किया रे, कभी छोड़ दिया दिल, कभी कैच किया रे। साड़ी के फॉल सा कभी मैच किया रे, कभी छोड़ दिया दिल, कभी कैच किया रे। टच करके टच करके टच करके टच करके कहाँ चल दी बच करके, टच करके टच करके टच करके दिल से दिल अटैच किया रे, कभी छोड़ दिया दिल, कभी कैच किया रे। साड़ी के फॉल सा कभी मैच किया रे, कभी छोड़ दिया दिल, कभी कैच किया रे। मजावाई निकलिए पंज मिठाइया, आमा पंज मिठाइया, ओयो पंज मिठाइया। मजावाई निकलिए पंज मिठाइया, आमा पंज मिठाइया, ओयो पंज मिठाइया। सो जावा படுத்துக்குவேன் ஓமடியில சாஞ்சு, சும்மா வாட்டமா இருக்கிறிய வாட்டர் பாக்கெட் மூஞ்சி. காஞ்ச மிளகா போல நான் இருக்கிறேன்னு காஞ்சி, என் மனசு ஒசுப்புறியே நீ மீன போல ஆஞ்சி, நீ மீன போல ஆஞ்சி, நீ மீன போல ஆஞ்சி, நீ மீன போல ஆஞ்சி, நீ மீன போல ஆஞ்சி. குண்டு மாங்கா தோப்புக்குள்ள நண்டு போல வந்தாயே, யாருமில்லா நேரம் பார்த்து கைப்பிடிச்சாயே. கைய புடிச்சா என்ன தப்பு, வளையல் போல கத்துறியே, அந்த இடத்தில் விட்டு போட்டு இப்ப திட்டுறியே. தண்டவாள நரம்பு மேல ரயில போல ஓடுறியே, துண்டு துண்டா உயிரை வெட்டி தூக்கி போடுறியே. வெய்யனால வேர்வை போல மார்பு மேல பூக்குறியே, எந்த கண்ணின் இமையை திறந்து எட்டி பாக்குறியே. பொக்கலங்கா குருவிலங்கா பொக்கலங்கா கொக்கொக்கோ, பொக்கலங்கா குருவிலங்கா கொக்கொக்கோ. ஹே മുത്താരം മുകിലാരം മുത്തമേഘണം. കുണുക്കു പെൺമണിയെ ഞുണുക്ക് വിദ്യകളാൽ മാടപ്രാപിട പോലെ കുരുക്കിലാക്കണം. ഇനി എന്താ ചെയ്യണ്ടേന്ന് ഞാൻ പറഞ്ഞുതരടാ, പൊട്ടപ്പെട്ട നോക്കടാ. തുടുത്ത പുങ്കവിളിൽ നനുത്ത പുഞ്ചിമിഴിൽ മുത്താരം മുകിലാരം മുത്തമേഘണം. ഇനിയുള്ളത് ഞാൻ പറഞ്ഞു തരില്ല, നീ എന്താന്ന് വെച്ചാൽ ആലോചിച്ച് വൃത്തികേട്. മണിമുറ്റത്താവണിപ്പന്തൽ മേലാപ്പു പോലെ അടിയാരത്തമ്പിളിപ്പന്തൽ. മണിമുറ്റത്താവണിപ്പന്തൽ മേലാപ്പു പോലെ അടിയാരത്തമ്പിളിപ്പന്തൽ. മണവാട്ടി പെണ്ണൊരുങ്ങ് മാമ്പൂമൈ പൂത്തിറങ്ങ്, ഇന്നല്ലേ നിന്റെ കല്യാണം കണ്ണാടി പുല്ലേ, ഇന്നല്ലേ നിന്റെ കല്യാണം. ഈ മാതിരി തക്കിട തരികിട പാട്ടൊന്നും പാടി ഷൈൻ ചെയ്യാൻ നോക്കണ്ട. എന്നെ പോലുള്ള സാധാരണക്കാർക്ക് പാടാനും ഡാൻസ് ചെയ്യാനും പറ്റുന്ന പാട്ടാണെങ്കിൽ മതി. പോണ്ടിച്ചേരിയിൽ ഫ്രണ്ട്സ് ഒക്കെ അങ്ങനെ. അതിപ്പോ ഈ കാട്ടിയാദിക്കാർക്കൊക്കെ പാടാൻ പറ്റിയ പാട്ട് ഏതാ ഉള്ളത്? மம்மி வீட்டில் இல்ல, தடப்போட யாரும் இல்ல, விளையாடு போமா உள்ள வில்லாடா. மைதானம் தேவையில்ல, அம்பயரும் தேவையில்ல, யாருக்கும் தோல்வி இல்ல வில்லாடா.
How do you feel right now? How do you feel right now?